നമസ്കാരം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ തോറ്റ് ഭരണം നഷ്ടപ്പെട്ടിട്ടും നൃത്തം ചെയ്ത് ആഘോഷിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അതിഷി. കൽക്കാജി മണ്ഡലത്തിലെ തന്റെ വിജയത്തിന് പിന്നാലെ നൃത്തം ചെയ്ത ഡൽഹി മുഖ്യമന്ത്രിയും AAP നേതാവുമായ അതിഷിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഭരണം പോയിട്ടും കെജ്രിവാൾ അടക്കം പ്രമുഖ നേതാക്കളെല്ലാം തോറ്റിട്ടും എങ്ങനെയാണ് അതിഷിക്ക് നൃത്തം ചെയ്യാനാകുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യം. അതിഷിക്കെതിരെ രാജ്യസഭാ MP സ്വാതി മലിവാളും രംഗത്തെത്തി. നാണക്കേട് എന്നായിരുന്നു അതിഷിക്കെതിരായ സ്വാതി മലിവാളിന്റെ വിമർശനം. എന്തൊരു നാണംകെട്ട പ്രകടനമാണിത്! പാർട്ടി തോറ്റു, വലിയ നേതാക്കളെല്ലാം തോറ്റു, അതിഷി ഇങ്ങനെ ആഘോഷിക്കുകയാണോ? സ്വാതി മലിവാൾ എക്സിൽ കുറിച്ചു. 52,154 വോട്ടുകൾ നേടിയാണ് അതിഷി കൽക്കാജി സീറ്റ് നിലനിർത്തിയത്. BJPയുടെ രമേശ് ബിദുടിയെ 3,521 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അതിഷി പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അത്ഭുത ശിശുവായിരുന്നു ആം ആദ്മി പാർട്ടി. അഴിമതിക്കെതിരായ പൊതുജന വികാരത്തെ ആളിക്കത്തിച്ച് പ്രക്ഷോഭമാക്കി വളർത്തിയതിന്റെ ഉൽപ്പന്നമായി ഉദയം കൊണ്ട പാർട്ടി. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ളതാണെന്ന് ഡൽഹിക്കും രാജ്യത്തിനും കാണിച്ചു കൊടുത്ത പാർട്ടി. സൗജന്യ വാഗ്ദാനങ്ങളെ പരിഹസിച്ചവർക്ക് പോലും പിന്തുടരേണ്ടി വന്ന മാതൃക സൃഷ്ടിച്ച പാർട്ടി. അങ്ങനെയുള്ള വിശേഷണങ്ങൾ ഏറെയുള്ളപ്പോഴും ഭാവി പോലും ചോദ്യചിഹ്നമായ പാർട്ടി. 2011 അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന് ശ്രദ്ധ നേടിയ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ആം ആദ്മി പാർട്ടി ഒരുപാട് കാര്യങ്ങളിൽ രാജ്യത്തിന് പുതുമ കാണിച്ചു. 2013 പാർട്ടി ഉണ്ടാക്കി മാസങ്ങൾക്കകം നടന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹിയുടെ ഭരണം നേടി. ആരാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പരിഹസിച്ച ഷീലാ ദീക്ഷിതിനെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിച്ചതുവഴി 15 വർഷത്തെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ചു. അധികാരത്തിലെത്തിയാൽ 15 ദിവസത്തിനകം ജനലോക്പാൽ ബിൽ പാസാക്കുമെന്നായിരുന്നു വാഗ്ദാനം. അത് പാലിക്കാനായില്ലെന്നു കാട്ടി 49 ദിവസത്തെ ഭരണം അവസാനിപ്പിച്ച് മന്ത്രിസഭ രാജിവെച്ചതും അത്ഭുതത്തോടെ രാജ്യം കണ്ടു. തുടർന്ന് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം. ഡൽഹിയിൽ വൈദ്യുതി വിതരണം നടത്തുന്ന റിലയൻസിന്റെ കമ്പനികൾ അഴിമതി കാട്ടിയെന്ന് പറഞ്ഞ് അംബാനിക്കെതിരെ ആപ്പ് സർക്കാർ കേസെടുത്തു. 1 വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണത്തിനൊടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 70-ൽ 67 സീറ്റും തൂത്തുവാരി. ഭരണത്തിൽ ഇരുന്നും പോരാടുന്ന ശീലം AAP തുടർന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ മുഖ്യമന്ത്രി കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും രാപ്പകൽ സമരം നടത്തി. 2020 തിരഞ്ഞെടുപ്പിലും 62 സീറ്റുകൾ തൂത്തുവാരി ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയതോടെ ഷീലാ ദീക്ഷിതിനു ശേഷം 3 തവണ ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന നേതാവായി കെജ്രിവാൾ. പഞ്ചാബിൽ നിന്ന് 4 പേരെ ലോക്സഭയിൽ എത്തിച്ചു. 2017 പഞ്ചാബിലെ 112 സീറ്റിൽ മത്സരിച്ച ആം 20 സീറ്റ് നേടി. 2022 പഞ്ചാബ് ഭരണം ഒപ്പിടിച്ചു. എന്നാൽ ലോകസഭയിലേക്ക് അയക്കുന്ന പാർട്ടിയെ നിയമസഭയിലേക്ക് വിടാത്ത പതിവ് ഡൽഹി തെറ്റിച്ചിരിക്കുകയാണ്. 1/4 നൂറ്റാണ്ടിനിപ്പുറം ഭരണചക്രം തിരിക്കാൻ ഡബിൾ എഞ്ചിൻ സർക്കാരിന് BJPയുമായി ഡൽഹിക്കാർ ഡീൽ ഉറപ്പിച്ചു. 2013 മുതൽ രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രീയ പരീക്ഷണത്തിലായിരുന്ന ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്തിരിക്കും. AAP എന്ന രാഷ്ട്രീയ ഭീഷണിയെ തളച്ചതിന്റെ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടാകും. 10 വർഷത്തിനിടയിലെ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരാണ് ഡൽഹിയുടെ വിധി നിർണയിച്ചത്. ആകെ 60.54% പോളിംഗ്. ഇതിൽ 60.9% സ്ത്രീ വോട്ടർമാരായിരുന്നു. 1/4 നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. മുൻപ് കെജ്രിവാളിനൊപ്പം ഉറച്ചു നിന്ന സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഭരണം കിട്ടിയത് BJPക്കാണ്. എന്നാൽ കണക്കുകൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ പുറത്തു പോകുന്ന ആം ആദ്മി പാർട്ടിക്കും BJPക്കും തമ്മിൽ 2% വോട്ട് വ്യത്യാസം വരുന്നുള്ളൂവെന്ന് കാണാം. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും പാർട്ടിയും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിലും ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും നൽകുന്നതിലും എതിരഭിപ്രായമില്ലെങ്കിലും ഡൽഹിക്ക് അതുമാത്രം പോരെന്നും ഫലം വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പോലെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമ്പോൾ പുരോഗതിക്ക് വേഗം കൂടുമെന്ന് വോട്ടർമാർ കണക്കുകൂട്ടി. മാത്രമല്ല AAPയേക്കാൾ മിന്നുന്ന ആനുകൂല്യങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകൾക്കായി BJP വാഗ്ദാനം ചെയ്തിരുന്നു.